The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to math class. I believe you all have become a part of online Kalotsavam Disney Gurukala, which gives us energy and entertainment at this pandemic situation. So children, in the previous math class, we learned how to add and subtract 5-digit numbers. All of you take your textbook and take page number 60. Children, look at the ingredients used to make a sponge cake. These are the ingredients we used to make a sponge cake. 150 grams all-purpose flour, 50 grams baking powder, 100 grams granulated white sugar, 250 grams butter. Can you guess the weight of the cake once it is baked? How will you do? We have to add the quantities of ingredients. എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്താൽ നമുക്ക് കേക്കിൻ്റെ ഏകദേശ വെയിറ്റ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 150 gram പ്ലസ് 15 gram പ്ലസ് 100 പ്ലസ് 250 gram, that is equal to 550. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? 500 gram, 1000 grams, 300 grams. ഇതിൽ ഏതായിരിക്കും ആൻസർ? യെസ്, 500 gram. 550 ഗ്രാമിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എന്ത്? 500 gram. So our answer is 500 gram. Did you understand children? Okay. All of you take your textbook and take page number 60. In PEP activity 3.10, when we add the quantities, we arrive at the answer 550 gram. This is called the actual value. ഇപ്പം നമ്മൾ 3.10 ആക്ടിവിറ്റി ഇപ്പം എന്ത് ചെയ്തു? എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തു. അപ്പം നമുക്ക് 550 gram കിട്ടി. ഈ കിട്ടിയ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്ച്വൽ വാല്യൂ എന്ന് പറയുക. In PEP activity 3.10, when we add the quantities, we arrive at the answer 550 grams. This is called the actual value. അതായത് ഇപ്പോൾ നമ്മൾ PEP activity 3.10ൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്തു. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 515 ആൻസർ കിട്ടി. ആ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്ച്വൽ വാല്യൂ എന്ന് പറയുക. ഓക്കെ, ബൈ റൗണ്ടിങ് ഓഫ് ഈച്ച് ഇൻഗ്രീഡിയൻറ്റ് to the highest place and adding, we get 500 grams. This is called the estimated value. അതായത് ഇപ്പം നമ്മൾ ആ PEP ആക്ടിവിറ്റിയിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ഹയസ്റ്റ് പ്ലേസിൽ റൗണ്ട് ഓഫ് കാണാം. അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 500 gram. ഈ 500 ഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. The estimated value is not the actual value, instead it is the closed value. അതായത് എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ അല്ല, പക്ഷെ അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണെന്നാണ് പറയുന്നത്. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്ച്വൽ വാല്യൂ എന്ന് പറയുക. എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഹയസ്റ്റ് പ്ലേസിൽ റൗണ്ട് ഓഫ് കാണാം. എന്നിട്ട്
എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? എസ്റ്റിമേറ്റഡ് വാല്യൂ കിട്ടും. എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ അല്ല, ആക്ച്വൽ വാല്യൂയോട് അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ, ദി എസ്റ്റിമേറ്റഡ് വാല്യൂ ഈസ് നോട്ട് ദി ആക്ച്വൽ വാല്യൂ, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ദി ക്ലോസ്ഡ് വാല്യൂ. ഓക്കെ, estimation is used when an exact value is not needed. When an exact value is not needed, അതായത് എക്സാക്ട് വാല്യൂ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എസ്റ്റിമേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആ പ്രോബ്ലത്തിന് എസ്റ്റിമേഷൻ വാല്യൂ കണ്ടുപിടിക്കുക, ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, the total population of Cambay village in 2006 was 62,452. The population growth rate has been 2,110 people every 10 years. Calculate the total population of Cambay village in 2016. 2006 കാംബേ വില്ലേജിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 62,452. ഓരോ 10 ഇയർ കൂടുന്തോറും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2,110 ആണ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് കാംബേ വില്ലേജ് ഇൻ 2016. 2060 കാംബേ വില്ലേജിലെ പോപ്പുലേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ഗിവൺ ദിസ് ഇക്വേഷൻ. ഓക്കെ, the total population of Cambay village in 2016, that is equal to 62,452. The population growth rate in every 10 years, that is equal to 2,110. What is the question? Yes, calculate the total population of Cambay village. How will you do? Yes, we have to add the total population of Cambay village in 2006 and the population growth rate in every 10 years. So 62,452 plus 2,110. So answer is 64,562. This is the actual sum. So the actual sum is 64,562. Next we have to calculate estimated sum. So rounding off 62,452 to the nearest 1000, that is equal to, yes, 62,000. Rounding off 2,110 to the nearest 1000, that is equal to 2,000. So the estimated sum is 62,000 plus 2,000, that is equal to 64,000. The estimated sum is 64,000. The difference between the actual sum and estimated sum is small. So when starting the population of Cambay village in December 2016, we can give an estimated total of 64,000 instead of 64,562. In this chapter, we learn addition and subtraction of 5-digit numbers and expansion. Isn't it? Okay. So that's all for today. We meet next time. Bye.